നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയ്ക്ക് വേണ്ടി വിറളി പൂണ്ട് സഖാക്കൾ അന്ന് ഇഡി ഉദ്യോഗസ്ഥർ അന്വേഷണത്തിന് വന്നപ്പോൾ തല്ലി തകർത്ത കാർ നന്നാക്കാൻ ഡ്രൈവർ ശ്യാം രാജിന് സാമ്പത്തിക സഹായം നൽകുമെന്നാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചിരിക്കുന്നത്. CITU ഓട്ടോ ടാക്സി യൂണിയൻ യൂണിറ്റ് പ്രസിഡന്റ് കൂടിയാണ് തിരുവനന്തപുരം ശ്രീകാര്യം സ്വദേശി ശ്യാംരാജനെ സഹായിക്കുമെന്ന വാഗ്ദാനം CPM പാലിക്കാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ ഇഡി തന്നെ സഹായവുമായി രംഗത്ത് വരുന്നത്. അതായത് കാർ തല്ലി തകർത്തവന്മാർ തന്നെ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിലാണ് ഈ പാവം ഡ്രൈവറും വിശ്വസിക്കുന്നത്. അയാൾ കൊടിപിടിക്കുന്നതും ഇതേ പ്രസ്ഥാനത്തിൽ തന്നെയാണ്. എന്നിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പെരുമാറ്റം. ആക്രമണത്തിൽ തകർന്ന മറ്റ് 2 കാറുകളുടെ അറ്റകുറ്റപ്പണിക്ക് ഇൻഷുറൻസിന് പുറമെ ചിലവായ തുക നൽകുമെന്നും ഇഡി കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. എന്നാൽ ആക്രമണത്തിന് 2 ദിവസം മുമ്പ് ഫിറ്റ്നസ് തീർന്നതിനാൽ ശ്യാംരാജിന്റെ വാഹനത്തിന് ഇൻഷുറൻസ് പരിരക്ഷ കിട്ടിയില്ല. അതിനാൽ ആവശ്യമായ തുക കൈമാറുമെന്ന് രേഖകൾ സഹിതം അപേക്ഷിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഇഡി ഡെപ്യൂട്ടി ഡയറക്ടർ S. സിമി അറിയിച്ചു. മുട്ട, ഇഷ്ടിക, കരിങ്കല്ല് ഇതൊക്കെ ആയുധങ്ങളാക്കിയായിരുന്നു പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡിനെത്തിയ ഇഡി അന്വേഷണ ഉദ്യോഗസ്ഥരെ CPM പ്രവർത്തകർ കൈകാര്യം ചെയ്തത്. ചോദ്യം ചെയ്ത് 2 ടാക്സി കാറുകളിൽ മടങ്ങിയ അന്വേഷണ സംഘത്തെ വളഞ്ഞിട്ടാണ് ആക്രമിച്ചത്. 2 കാറുകളിലായി 3 വനിതകളടക്കം 5 ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. ആദ്യം മുട്ട എറിഞ്ഞു, പിന്നെ ഇഷ്ടിക, പിന്നെ കരിങ്കല്ല്. ഇതെല്ലാം തന്നെ കാറിലേക്കും എറിഞ്ഞു. ചില്ലുകൾ തകർന്ന് കാറിന്റെ ഡ്രൈവറിനടക്കം പരിക്കേറ്റു. ആ ആക്രമണത്തെക്കാൾ CPMനെ വേട്ടയാടിയത് ആക്രമണശേഷം വന്ന ഒരു പ്രതികരണമായിരുന്നു. അത് ടാക്സി ഡ്രൈവറായി തിരുവനന്തപുരം ശ്രീകാര്യം സ്വദേശി ശ്യാംരാജിൻ്റെതായിരുന്നു. മരണത്തെ മുഖാമുഖം കണ്ട ശ്യാംരാജ് ഇഡി ഉദ്യോഗസ്ഥരെ കൊണ്ടുവന്ന താനും തന്റെ ടാക്സിയും എന്ത് പിഴച്ചുവെന്ന ചോദ്യം CPMനെ ചെറുതല്ലാതെ വേട്ടയാടി. കാരണം ശ്യാംരാജ് വെറും ടാക്സി ഡ്രൈവർ മാത്രമല്ല, സംഗീത കോളേജിനോട് ചേർന്നുള്ള ടാക്സി സ്റ്റാൻഡിലെ CITU ഓട്ടോ ടാക്സി യൂണിയൻ പ്രസിഡന്റ് കൂടിയാണ്. പാർട്ടിക്കായി കൊടിപിടിക്കാനും മുദ്രാവാക്യം വിളിക്കാനും ഓടിയെത്തുന്ന അണികളെ ആപൽഘട്ടത്തിൽ CPM എങ്ങനെ കൈവിടുമെന്നതിന്റെ നടുക്കുന്ന നേർചിത്രമാണ് തലസ്ഥാനത്താകെ ഇപ്പോൾ ചർച്ചയാകുന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ കഴിഞ്ഞ മെയ് മാസത്തിൽ നടന്ന ഇഡി റെയ്ഡിനിടെ CITU ഗുണ്ടകൾ തല്ലി തകർത്ത ടാക്സി കാർ നന്നാക്കാൻ വഴിയില്ലാതെ കണ്ണീര് കുടിച്ച സ്വന്തം സഖാവിനെ CPM നടു റോഡിൽ തള്ളിയപ്പോൾ രക്ഷകരായിട്ടാണ് ഇപ്പോൾ സാക്ഷാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നെ രംഗത്തിറങ്ങിയിരിക്കുന്നത്. ശ്യാംരാജിന്റെ പ്രതികരണമെന്ന് വൻ ചർച്ചയായതോടെ ശ്യാംരാജിന്റെ വാഹനം നന്നാക്കാനുള്ള സഹായം നൽകുമെന്ന് പ്രഖ്യാപിച്ച് അന്നത്തെ CPM ആക്ടിംഗ് ജില്ലാ സെക്രട്ടറിയും MP-യുമായ A. റഹീം പ്രതിഷേധത്തിന്റെ ആക്കം കുറച്ചിരുന്നു. പക്ഷെ മാസം 1.5 പിന്നിടുമ്പോൾ റഹീമും CPMും ശ്യാംരാജിനെ വാക്കും മറന്നു. ശ്യാംരാജിന്റെ ടാക്സി ഇന്നും വർക്ക്ഷോപ്പിലാണ്. കുടുംബം പട്ടിണിയാകാതിരിക്കാൻ ഇപ്പോൾ ശ്യാംരാജ് കൂലിക്ക് വണ്ടി ഓടിക്കാൻ പോകും, പെയിന്റിംഗ് പണിക്കും പോകും. ഇതാണ് വരുമാന മാർഗം. റഹീമിന്റെ സഹായ പ്രഖ്യാപനത്തിന് പിന്നാലെ ചില പാർട്ടി നേതാക്കൾ വിളിച്ചതൊഴിച്ചാൽ പിന്നെ ആരും ബന്ധപ്പെട്ടിട്ടില്ല. ചില്ല് തകർന്നപ്പോൾ 2 കണ്ണുകൾക്കും പരിക്കേറ്റിട്ടും ഇഡി ഉദ്യോഗസ്ഥരെ രക്ഷിച്ച് സുരക്ഷിത സ്ഥാനത്തെത്തിച്ച ശ്യാംരാജിനെ ഇഡി ഉദ്യോഗസ്ഥരും പിന്നീട് ബന്ധപ്പെട്ടിട്ടില്ല. ആരെയും അങ്ങോട്ട് വിളിക്കാൻ മനസ്സ് വരാത്തത് കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയായിരുന്നു ശ്യാംരാജ്. സ്വന്തം പാർട്ടി പ്രവർത്തകനും CITU ഓട്ടോ ടാക്സി യൂണിയൻ യൂണിറ്റ് പ്രസിഡന്റുമായ തിരുവനന്തപുരം ശ്രീകാര്യം സ്വദേശി ശ്യാംരാജിനെയാണ് CPM നേതൃത്വം ക്രൂരമായി അവഗണിച്ചിരിക്കുന്നത്. വഞ്ചിക്കപ്പെട്ട സാധാരണക്കാരനായ ഈ പാർട്ടി പ്രവർത്തകനെ ഇഡി പ്രഖ്യാപിച്ച അടിയന്തര സാമ്പത്തിക സഹായം CPMന്റെ മുഖത്തേറ്റ കനത്ത പ്രഹരമാണ്. എന്നാൽ ഈ കളിക്ക് പിന്നിൽ പാർട്ടിയെ വിറപ്പിക്കുന്ന മറ്റൊരു ട്വിസ്റ്റ് കൂടിയുണ്ട്. CPM അണികൾ തല്ലി തകർത്ത 3 കാറുകളിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടം സംഭവിച്ചതും ശ്യാംരാജിന്റെ വണ്ടിക്കായിരുന്നു. അറ്റകുറ്റപ്പണികൾക്കായി 1,85,000 രൂപയോളം ചിലവ് വന്നതോടെ ആ തുക കണ്ടെത്താനാകാതെ വണ്ടി വർക്ക്ഷോപ്പിൽ കുടുങ്ങി. ഒടുവിൽ സഹികെട്ടാണ് ശ്യാംരാജ് പോലീസിൽ പരാതി നൽകിയത്. സ്വന്തം പാർട്ടി പ്രവർത്തകനായ ശ്യാംരാജിന്റെ ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഇതിനു പിന്നാലെ അക്രമം നടത്തിയ പ്രമുഖ CPM നേതാക്കൾ പലരും അഴിക്കുള്ളിലായി. കേസ് കടുത്തതോടെ പാർട്ടിയുടെ ഉന്നത നേതാക്കൾക്ക് പോലും ഇതുവരെ ജാമ്യം ലഭിച്ചിട്ടില്ല. ഈ കലിപ്പിലാണ് പ്രതികാരം തീർക്കാൻ പാർട്ടി തീരുമാനിച്ചതെന്നാണ് അണിയറ സംസാരം. തങ്ങളുടെ നേതാക്കൾ ജാമ്യം കിട്ടാതെ അഴിക്കുള്ളിൽ കിടക്കാൻ കാരണം ശ്യാംരാജിന്റെ പരാതിയാണെന്ന വിലയിരുത്തലിലാണ് പാർട്ടി നേതൃത്വം.
ശ്യാംരാജിൻ്റെതടക്കം 3 ടാക്സികളിലായിട്ടാണ് ഇ ഡി സംഘം മേൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡിന് പോയത്. ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ കൂടുതൽ കേടുപാടുണ്ടായതും ശ്യാംരാജിന്റെ വാഹനത്തിലാണ്. 1,85,000 രൂപ നൽകാൻ കഴിയാത്തതിനാൽ കാർ പുറത്തിറക്കാനായിട്ടില്ല. വാഹനം ജപ്തി ഭീഷണിയിലാണെന്നും ഉപജീവന മാർഗത്തിനായിട്ടാണ് ശ്യാംരാജ് ഇപ്പോൾ പെയിന്റ് ജോലിക്ക് പോകുന്നതെന്നും മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചു. സംഭവം നടന്ന് 1.5 മാസം പിന്നിടുകയും സഹായ വാഗ്ദാനം പാലിക്കാത്തത് വാർത്തയാകുകയും ചെയ്തിട്ടും പാർട്ടി പ്രവർത്തകൻ കൂടിയായ ശ്യാംരാജിനെ ബന്ധപ്പെടാൻ CPM നേതൃത്വം തയ്യാറായിട്ടില്ല. ഇ ഡി ആക്രമണ കേസ് നിലനിൽക്കുന്നതിനാൽ ഇപ്പോൾ സഹായിക്കുന്നത് കേസിനെ സ്വാധീനിക്കാനാകുമെന്ന വിചിത്ര മറുപടിയായാണ് നേതാക്കൾ നൽകുന്നത്. സംഭവം നടന്നു 1 മാസം പിന്നിട്ടിട്ട് ഉപജീവന മാർഗമായ വണ്ടി കട്ടപ്പുറത്തായതോടെ ജപ്തി ഭീഷണിയിലായ ശ്യാംരാജ് കുടുംബം പുലർത്താൻ പെയിന്റിംഗ് ജോലിക്ക് പോകുന്ന ദയനീയ അവസ്ഥ വന്നിട്ടും ഒരു ലോക്കൽ നേതാവ് പോലും ഈ CITUകാരനെ തിരിഞ്ഞു നോക്കിയില്ല. എന്നാൽ മാധ്യമങ്ങളിൽ വാർത്ത വന്നതോടെ വിചിത്രമായ ന്യായീകരണവുമായിട്ടാണ് നേതാക്കൾ രംഗത്തെത്തിയത്. ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസ് നിലനിൽക്കുന്നതിനാൽ ഈ സമയത്ത് ശ്യാംരാജിനെ സാമ്പത്തികമായി സഹായിച്ചാൽ അത് കേസിനെ സ്വാധീനിക്കലായും സാക്ഷിയെ ഒതുക്കലായും വ്യാഖ്യാനിക്കപ്പെടുമെന്നാണ് പാർട്ടി ക്വാർട്ടറുകളിൽ നിന്ന് വരുന്ന ക്യാപ്സ്യൂളുകൾ. നേതാക്കൾ ജാമ്യമില്ലാതെ അകത്ത് കിടക്കുന്ന കലിപ്പിൽ സ്വന്തം അണിയെ വഴിയാധാരമാക്കിയ ശേഷമുള്ള പാർട്ടിയുടെ ഈ ഒളിച്ചുകളി അണികൾക്കിടയിൽ തന്നെ വലിയ പൊട്ടിത്തെറിക്ക് കാരണമായിട്ടുണ്ട്. CPM പൂർണ്ണമായും കൈവിട്ടതോടെയാണ് അക്രമത്തിനിരയായ വാഹനങ്ങൾക്ക് സഹായം നൽകാൻ ഇ ഡി ഡെപ്യൂട്ടി ഡയറക്ടർ S. സിമി നേരിട്ടിടപെട്ടത്. മറ്റ് 2 കാറുകളുടെ അറ്റകുറ്റപ്പണിക്ക് ഇൻഷുറൻസിന് പുറമെ ചിലവായ തുക നൽകാൻ ഇ ഡിക്ക് കഴിഞ്ഞിരുന്നു. എന്നാൽ അക്രമം നടക്കുന്നതിന് 2 ദിവസം മുമ്പ് ഫിറ്റ്നസ് കാലാവധി കഴിഞ്ഞിരുന്നതിനാൽ ശ്യാംരാജിന്റെ വാഹനത്തിന് ഇൻഷുറൻസ് പരിരക്ഷ ഒട്ടും ലഭിക്കില്ലായിരുന്നു. പാർട്ടി കൈമലർത്തിയപ്പോഴാണ് ശ്യാംരാജിന് ആവശ്യമായ മുഴുവൻ തുകയും നേരിട്ട് കൈമാറാൻ ഇ ഡി തീരുമാനിച്ചത്. വണ്ടിയുടെ തകരാറുകൾ പരിഹരിക്കാൻ ആവശ്യമായ തുക എത്രയെന്ന് വ്യക്തമാക്കുന്ന രേഖകൾ സഹിതം അപേക്ഷ നൽകാൻ ശ്യാംരാജിനോട് ഇ ഡി ആവശ്യപ്പെട്ടിട്ടുണ്ട്. നേതാക്കൾ ജാമ്യം കിട്ടാതെ അകത്ത് കിടക്കുന്നതിന്റെ പക തീർക്കാൻ സ്വന്തം അണിയുടെ കഞ്ഞിയിൽ പാറ്റിയിട്ട CPMന്റെ ക്രൂരതയും ഒടുവിൽ സഹായിക്കാൻ ഇ ഡി എത്തിയതുമാണ് ഇപ്പോൾ ചർച്ചാ വിഷയം.